ശരിക്കും വാങ്ങിയതല്ല ചേച്ചി, ആരും എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതാ. നടേശൻ സാർ ഈ കാറ് വാടകയ്ക്കോടാൻ കൊടുത്തു. അവിടെ നിന്ന് ശരത്തിന്റെ കയ്യിൽ വന്നു. അങ്ങനെയാവും സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഒരു പ്രധാന ചോദ്യം ബാക്കി നിൽക്കുകയല്ലേ ചേച്ചി, നമ്മുടെ നഷ്ടങ്ങളുമായിട്ട് ആ കാറിന് എന്താ ബന്ധം? കാർ എന്തൊക്കെയോ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താണെന്ന് ഇനിയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലല്ലോ നമുക്ക്. ഇതുവരെ പറ്റിയിട്ടില്ല. ഇനി പറ്റിയാലോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ആ കാറ് കാണുമ്പോ ശരത്ത് വല്ലാതെ പേടിക്കുന്നുണ്ട്. അവൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം കാർ സ്റ്റാർട്ടാവുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? കാറിന് അവനെ ഇഷ്ടമല്ല, അവനതിൽ കേറുന്നത് പോലും ഇഷ്ടമല്ല. അതാ കാരണം. അല്ല ചേച്ചി, നമുക്ക് ഈ വണ്ടി വിറ്റ വർക്ക്ഷോപ്പുകാരനെല്ലാം അറിയായിരിക്കുമല്ലോ. ഈവൻ ചിലപ്പോ അയാളെ ഭീഷണിപ്പെടുത്തിയോണ്ടായിരിക്കും സത്യമൊന്നും അയാൾ നമ്മളോട് പറയാതിരുന്നത്. എല്ലാ വഴിക്കും അവനെതിരുള്ള കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുക. ഒരു ഭാഗത്തോടെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ, വേറൊരു ഭാഗത്ത് നമ്മള്. ഇത് കൂടാതെ ഇപ്പൊ കാറും. ഇനി അവൻ അധികകാലം പിടിച്ചേക്കാൻ പറ്റും തോന്നില്ല. അവൻ വീഴാറായി. അവനിനി ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റരുത് ചേച്ചി. അതിനെന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്ക്. അതാ ഇനി നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആ കാറ് ഇനി ഒരു കാരണവശാലും വിറ്റുകളയരുത്. എന്റെ മനസ്സ് പറയുന്നത് ആ കാറ് ഭാവിയിൽ ശക്തമായൊരു തെളിവായിട്ട് മാറുന്ന. നിത്യയുടെ ആത്മാവ് ആ കാറിലുണ്ട്. ശരത്തിനെ വീഴ്ത്താൻ ആ കാറ് നമ്മളെ സഹായിക്കും. നിന്റെ അച്ഛന് ഒരു കാർ ഉണ്ടായിരുന്നില്ലേ? അതെന്ത് ചെയ്തു? എനിക്കറിയില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അച്ഛന്റെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് സകല വിവരങ്ങളും അറിയാവുന്ന നിനക്ക് ഇതുമാത്രം അറിയില്ലെന്ന് പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാ വിശ്വസിക്കണ്ട. നിന്റെ അച്ഛൻ ആ കാർ ആർക്കാ വിറ്റത്? അത് അച്ഛനോട് ചോദിക്കണം. എടി, അതിന് നിന്റെ അച്ഛൻ ജീവനോടുണ്ടായിരുന്നെങ്കിലേ ഞാൻ നേരിട്ട് പോയി ചോദിച്ചേനെ. ഇപ്പൊ ഇല്ലല്ലോ. അതാ മകളെന്ന നിലയിൽ നിന്നോട് ഞാൻ ചോദിച്ചത്. എന്തിനിപ്പ കാറിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നേ? അതിന്റെ ഒരു ആവശ്യമുണ്ട്. ആ കാർ അങ്ങനെ ഒരു വെറും കാറല്ല. അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതിന്റെ കാരണം കണ്ടുപിടിക്കാനാ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെങ്കിൽ അതൊന്ന് പറഞ്ഞതാ. എനിക്കൊരു വിവരം അറിയില്ല. അറിയാമെങ്കിലും പറയാൻ പോണില്ല. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ദേവികയെ സഹായിക്കണ്ട. ഞാൻ ദേവികയെ സഹായിച്ച നിനക്കെന്താ? നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നവളാ, അത് നീ മറക്കണ്ട. അത്ര പെട്ടെന്നൊന്നും ഞാൻ ഇവിടുന്ന് ഇറങ്ങില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. അത് സിദ്ധുവേട്ടൻ സാധിച്ചു തന്നാൽ മാത്രമേ ഞാൻ ഇവിടുന്ന് പോകൂ. നമുക്ക് നോക്കാം. വാക്കിന് വ്യവസ്ഥയുള്ളവളാണെങ്കിൽ ഒരു എതിർപ്പും പറയാതെ നീ ഇവിടുന്ന് ഇറങ്ങും. അതല്ല, നിന്റെ മരിച്ചുപോയ അച്ഛനെ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. അതുപോലെയാണ് നീയുമെങ്കിൽ നീ വഴക്കുണ്ടാക്കും. എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. എന്താടി പറഞ്ഞാലും സ്വന്തം അച്ഛന്റെ കാറിനെ കുറിച്ച് ഒരു വിവരം അറിയാത്ത നിനക്ക് ആ മനുഷ്യനെ കുറിച്ച് പറയുമ്പോ എന്തിനാ ദേഷ്യം വരുന്നത്? നീയും നിന്റെ അച്ഛനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായി. കാർ വാടകയ്ക്ക് കൊടുക്കുന്നൊരു ബിസിനസ് അച്ഛനുണ്ടായിരുന്നു. റെന്റ് കാർ ബിസിനസ്. കൂടുതലൊന്നും എനിക്കറിയില്ല. ഓ, റെന്റ് കാർ ബിസിനസ്. ബാക്കി ഞാൻ കണ്ടുപിടിച്ചോളാം.
ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. എന്തേ? ആ ദേവികയും സിദ്ധുവും ഇന്നും തമ്മിൽ കണ്ടിരുന്നു. അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്.